ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCIDക്ക് PSCയിലെ തുടക്കക്കാര് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണം എന്നിവയാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഉള്ള പരീക്ഷകൾ PSCയുടെ പരീക്ഷകളെല്ലാം UPSC നിലവാരത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലെ? തൊട്ട് മുമ്പേ നടന്ന പരീക്ഷകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷയുടെ നിലവാരം വളരെ ഉയർന്ന രീതിയിലുള്ള നിലവാരത്തിലുള്ള പരീക്ഷകളാണ് വരുന്നത്. അപ്പൊ PSCയിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരും അതേപോലെ തന്നെ PSCയിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരും നിങ്ങൾ ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണം, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാര്യം ഇതൊരു നല്ല ചാൻസ് ആണ്, ഒരു ഡിഗ്രിക്കാർക്ക് കിട്ടുന്ന ഒരു നല്ല മികച്ച അവസരമാണ്. ഇത് ഒരിക്കലും വിട്ട് കളയരുത്. പലരും ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്ന് കരുതി ഇത് അയക്കാതിരിക്കുന്നുണ്ട്. ഫിസിക്കലും മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്പെക്സ് വെക്കുന്ന പ്രോബ്ലം ആണ് എന്നൊക്കെ വിചാരിച്ച് പലരും അയക്കാതിരിക്കുന്നുണ്ട്. ആരും അത് വിട്ട് കളയരുത്. നല്ലൊരു ചാൻസ് ആണ്. എല്ലാവരും അപ്ലൈ ചെയ്യണം. ഇതിന്റെ കാറ്റഗറി നമ്പർ 17/2025 ആണ്. കേരള പോലീസ് സർവീസിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ്. പോസ്റ്റിന്റെ പേര്. സ്കെയിൽ ഓഫ് പേ 31,100 തൊട്ട് 66,800 വരെയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് അയക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 4/6/2025 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ പരീക്ഷയുടെ സ്റ്റേജ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 സ്റ്റേജ് ആയിട്ടായിരുന്നു. പ്രിലിംസും ഉണ്ടായിരുന്നു, മെയിൻസും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ചിലപ്പോൾ ഒരു എക്സാമേ കാണത്തുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും നമ്മൾ പ്രിലിംസും മെയിൻസും ഉണ്ടെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ UPSC നിലവാരത്തിൽ പരീക്ഷ വരും എന്നുള്ള രീതിയിൽ ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പരീക്ഷയുടെ ടൈപ്പ് ഓഫ് എക്സാം എന്താണ്? OMR എക്സാം ആണ്. പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്നത്തെ കാറ്റഗറി നമ്പർ 315/2019 ആയിരുന്നു. പ്രിലിംസ് നടന്ന ഡേറ്റുകൾ 2 ഘട്ടമായിട്ടായിരുന്നു നടന്നിരുന്നത്. 30/10/2021 13/11/2021 ആയിട്ടാണ് 2 ഘട്ടമായിട്ടാണ് നടന്നത്. അതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 54.33 ആയിരുന്നു. മെയിൻസിന്റെ OMR ഡേറ്റ് 21/12/2022 ആണ്. അന്നത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് 1054 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 239 പേരായിരുന്നു. മെയിൻസിന്റെ കട്ട് ഓഫ് മാർക്ക് 33 ആയിരുന്നു. മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്, അതായത് ഇതിന്റെ ഇപ്പൊ ഉള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/6/2023 അഡ്വൈസ് ഇതുവരെ 172 അഡ്വൈസ് നടന്നു. ഇപ്പൊ ലാസ്റ്റ് നടന്ന അഡ്വൈസ് 21/2/2025 ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇരിക്കുകയാണ്. 2/6/2026 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. ഇപ്പൊ തന്നെ ഏകദേശം 172 പേർക്കോളം അഡ്വൈസ് ലഭിച്ചു. അപ്പൊ ഇനിയും 200 പുറത്ത് അഡ്വൈസ് പോകാൻ ചാൻസ് ഉള്ള ഒരു തസ്തികയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം വിട്ടുകളയരുത്. പലരും ഈ അവസരം അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടാവും. അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയാവുന്നവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അവസരത്തെ പറ്റി. അപ്പൊ നമ്മള് പരീക്ഷകളുടെ നിലവാരം കൂടിയപ്പോൾ നമ്മൾ സാധാരണ ഒരു റാങ്ക് ഫയലിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അപ്രോച്ചിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ. എന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ അതായത് നമ്മൾ കാണാപ്പാഠം പഠിച്ച കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ അല്ല. ഇപ്പൊ നമ്മൾ എത്രമാത്രം അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള നിലവാരം അളക്കുന്ന രീതിയിലുള്ള പരീക്ഷകളാണ്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് നന്നായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇപ്പോഴാ നമ്മള് ഇതിന്റെ എക്സാമിന്റെ സ്ട്രക്ചർ, ഇപ്പൊ പ്രിലിമിനറി എക്സാമിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുവാണെങ്കിൽ ജനറൽ നോളജ് ഉണ്ട്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി,
ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെ നാല് പാർട്ടായിട്ടാണ് പരീക്ഷ, അല്ലെ? 4 പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസ്. ജനറൽ നോളജ് ഉണ്ട് 50 മാർക്കിന്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്കാണ്. ജനറൽ നോളജിന് 50 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം 10 മാർക്ക്. അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. ഇപ്പൊ ജനറൽ നോളജിലെ ഹിസ്റ്ററി ഉണ്ട് 10 മാർക്ക്, ജോഗ്രഫി ഉണ്ട് 5 മാർക്ക്, എക്കണോമിക്സ് ഉണ്ട് 5 മാർക്ക്, സിവിക്സ് ഉണ്ട് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എല്ലാം കൂടെ 10 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടറിന് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 5 മാർക്ക്, അതേപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജിന് 10 മാർക്ക്. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെ ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി പഠിക്കും. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോഴ നമ്മള് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ട സോഴ്സ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ SCERT, നമ്മുടെ സ്റ്റേറ്റിന്റെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. 8 തൊട്ട് 10 വരെയുള്ള ബുക്കുകളെങ്കിലും വായിച്ചിരിക്കണം. പിന്നെ NCERT ഹിസ്റ്ററി, അത് 7 തൊട്ട് 12 വരെയുള്ള ബുക്സുകൾ വായിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ SCERT വായിക്കുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ കവർ ആകും. അതിന്റെ കൂട്ടത്തിൽ തന്നെ NCERT വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഡെപ്തിലുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ, അതായത് SCERTക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് കവർ ആകും. 12 വരെയുള്ള NCERT പഠിക്കുമ്പോൾ 12 വരെയുള്ള ബുക്സുകൾ വായിക്കണം. പിന്നെ കൂടുതൽ അതായത് നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി, A ശ്രീധരമേനോൻ സാറിന്റെ ബുക്ക് വായിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ചുകൂടെ ഡെപ്തിൽ നോളജ് വരാൻ വേണ്ടി UPSCക്കാരൊക്കെ പഠിക്കുന്ന ഒരു ബുക്കാണ്. ഒരുപാട് ഡെപ്തിൽ ഉള്ള ബുക്കല്ല, ഒരു അതായത് ബിപിൻ ചന്ദ്രയുടെ ഒക്കെ ബുക്കുണ്ട്. പക്ഷെ അത്യാവശ്യം ഹിസ്റ്ററിയിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ രാജീവ് അക്കീർ IPS. രാജീവ് അക്കീർ തന്റെ പ്രിപ്പറേഷൻ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ബുക്കാണ്. അത് ഹിസ്റ്ററിയിലെ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിനകത്ത് ഹിസ്റ്ററിയിലെ, മോഡേൺ ഹിസ്റ്ററിയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ആയിട്ടുണ്ട്. അത് വായിച്ചാൽ നല്ലതാണ്. നമുക്ക് ഹിസ്റ്ററിയിലെ ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ SSCയുടെ RRBയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിക്കും. SSCയുടെ RRBയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി പോർഷൻ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, അതായത് PSCക്ക് ചോദിക്കാത്ത ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകളും കാണും. പിന്നെ കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ ഹിസ്റ്ററിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് PSCയുടെയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും നിങ്ങളുടെ കൺസെപ്റ്റ്സ് അവിടെ ബിൽഡ് ചെയ്യാനും പറ്റും. കാര്യം ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻ കണ്ട് പിന്നെ അതിന്റെ സോഴ്സ് ഒക്കെ തപ്പി ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനി പല രീതി ചോദിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഐഡിയ കിട്ടും. ഇനി ജോഗ്രഫി നമുക്ക് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, പിന്നെ ഓൾമോസ്റ്റ് ജോഗ്രഫിയുടെ ഒരു ബേസ് അങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് NCERT ജോഗ്രഫി 6 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ജോഗ്രഫി ബുക്സുകൾ വായിക്കുക. സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് മതി, അത് പഠിക്കുക. കേരള സ്റ്റേറ്റ് SCERT ബുക്ക് 6 തൊട്ട് 10 വരെ നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് ജോഗ്രഫിയുടെ ബേസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ GC ലിയോങ്ങിന്റെ ബുക്ക് വായിച്ചാൽ നല്ലതാണ്. അത് നിങ്ങളിപ്പം വേണമെങ്കിൽ GC ലിയോങ് നിങ്ങൾക്ക് പഠിക്കാതിരിക്കാം. നിങ്ങൾ SCERT NCERT നന്നായിട്ട് വായിക്കുക. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ആ ജോഗ്രഫിയുടെ ബേസിക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഗോചെങ് ലിയോങ്ങിന്റെ ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി.
അത് ഞാൻ ഓപ്ഷണൽ ആയിട്ട് പറഞ്ഞതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചുകൂടെ അപ്പൊ അവിടുന്ന് നമുക്ക് ഒരു രീതിയിൽ മാർക്ക് പോകാത്ത രീതിയിൽ നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാം. പിന്നെ SSCയുടെ RRBയുടെയും പിന്നെ കേരള PSCയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതർ സ്റ്റേറ്റ് PSCയുടെയും ജോഗ്രഫി പോർഷൻസ് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എക്കണോമിക്സ് NCERT മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കണം. 9 തൊട്ട് 12 വരെ സെലക്ടീവ് ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി. പിന്നെ സമയമുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കണോമി രമേശ് സിംഗിന്റെ ബുക്ക് വായിക്കുക. അത് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വായിക്കുന്നതാണ്. അത് സെലക്ടഡ് ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി. സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ കേരള SCERT എക്കണോമിക്സ് 9th and 10th നമ്മുടെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പിന്നെ കേരള PSCയുടേതും SSCയുടെ RRBയുടെയും എക്കണോമിക്സ് പോർഷനിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്തിന്റെ ബുക്കാണ്. അതിന്റെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു റെഫറൻസ് അതാണ്. പിന്നെ നമ്മൾ NCERTയുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ, അതായത് 12ാം ക്ലാസ് വരെയുള്ള ബുക്സുകൾ വായിക്കുക. നമ്മുടെ കൺസെപ്റ്റ്സുകൾ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുക. ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വായിച്ചാൽ നല്ലതാണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേരള PSCയുടേതും SSCയുടെ RRBയുടേതും ചെയ്യുക. RRBയുടെ SSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴി പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാൻ പറ്റും. ലക്ഷ്മികാന്ത് പരമാവധി ലക്ഷ്മികാന്ത് ഒന്ന് പഠിക്കാൻ നോക്കുക, സെലക്ടീവ് ചാപ്റ്റേഴ്സ്. എന്തായാലും NCERT വായിക്കണം, അത് മസ്റ്റ് ആണ്. പിന്നെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അത് കേരള സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻസ് ഒന്ന് നോക്കുക. പിന്നെ ഇയർ ബുക്ക്, മനോരമ ഇയർ ബുക്ക് വേണമെങ്കിൽ നോക്കുക. അല്ലെങ്കിൽ ആർട്സ്, സയൻസ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കിയാൽ മതി. പിന്നെ SCERT കലാ, സാഹിത്യം അങ്ങനെയൊക്കെയുള്ള ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ SCERTയിൽ ഉള്ളതൊക്കെ ഒന്ന് വായിക്കുക. പിന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഖേലോ ഇന്ത്യ പോർട്ടൽസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പം കൂടുതൽ ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒക്കെ സംബന്ധമായിട്ടുള്ള കറണ്ട് അഫയർ ബേസ്ഡും പിന്നെ അതിലേതെങ്കിലും ഒക്കെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഇപ്പൊ ആർട്സിലും സ്പോർട്സിലും ഒക്കെ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളെ ബേസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടും, അങ്ങനെ സ്പോർട്സോ ആർട്സോ അങ്ങനെയുള്ള ഐറ്റത്തിനെയൊക്കെ പറ്റിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വ്യക്തികള്, അതേപോലെ തന്നെ ഓരോ ഐറ്റംസ്, പിന്നെ അവാർഡ്സുകൾ, ഏതെങ്കിലും ഈ നമ്മുടെ ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ്സുകൾ, അങ്ങനെയൊക്കെയുള്ള കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാം. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, SCERTയുടെ മാത്തമാറ്റിക്സിന്റെ ബുക്ക് 7 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പിന്നെ പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻസ് നോക്കണം. SSC RRBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം. സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല കുറച്ചുകൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് RS അഗർവാള്, പിന്നെ അരുൺ ശർമാസ് ലോജിക്കൽ റീസണിങ് ഒക്കെ നോക്കാം. ഇല്ല എങ്കിൽ, അതിന് സമയമില്ല എങ്കിൽ നിങ്ങൾ SCERTയുടെ ബുക്സുകൾ, പിന്നെ പ്രീവിയസ് കേരള PSCയുടെ ബുക്സുകൾ, പ്രീവിയസ് കേരള PSCയുടെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ SSC RRB പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതിയാവും. ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും. പിന്നെ കൂടുതൽ സമയമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈ RS അഗർവാൾ, പിന്നെ അരുൺ ശർമാസ് ലോജിക്കൽ റീസണിങ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. ജനറൽ ഇംഗ്ലീഷ്, അപ്പൊ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ, ആദ്യം ജനറൽ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ 20 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നമ്മൾ എനിക്ക് ക്വസ്റ്റിനെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് നോക്കി പോവുക. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം കേരള PSCയുടെ അതേപോലെ തന്നെ SSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ നമുക്കത് ഗ്രാമർ ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ഹൈസ്കൂൾ ഗ്രാമർ ബൈ റൺ ആൻഡ് മാർട്ടിൻ ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് ബൈ SB ബക്ഷി ഉണ്ട്, അരിഹന്ത് പബ്ലിക്കേഷൻസ്, അത് നോക്കാം.
അടുത്തത് റീജിയണൽ ലാംഗ്വേജ്. മലയാളമാണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഞാൻ പറയുന്നത്. അല്ലാത്ത ലാംഗ്വേജും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ മലയാളം മെജോറിറ്റി ആൾക്കാരും കേരളത്തിലുള്ള കുട്ടികളാണല്ലോ എഴുതുന്നത്. അപ്പൊ മലയാളം ലാംഗ്വേജിന് SCERT മലയാളം ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ മലയാളത്തിനും ഇതുപോലെ തന്നെ കുറച്ച് ഗ്രാമർ ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് കാരണം പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം കളക്ട് ചെയ്യാവോ അത്രത്തോളം കളക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ കോഴ്സിലെ കാര്യം കൂടെ പറയാം. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ UPSC നിലവാരത്തിൽ പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളോട്. അപ്പോൾ അത്രയും രീതിയിൽ അത്രയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ടൈം ബാച്ച് ആണ്. പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടും. കോഴ്സിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. കൂടുതൽ ആൾക്കാർ UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും ക്ലാസ് എടുക്കുന്നത്. നമ്മൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട്. പരീക്ഷാ തീയതി വരെയും നമുക്ക് ക്ലാസ് കിട്ടും. എല്ലാ സപ്പോർട്ടും കിട്ടും. മെന്റർ സപ്പോർട്ടും എല്ലാം കിട്ടും. നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട്സ് മാത്രം പഠിക്കുക. ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയലും PDF ഫോർമാറ്റിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരം ഉണ്ടാകും. ടോപ്പിക് വൈസ് എക്സാംസ് അത് പീരിയോഡിക്കലായിട്ട് നമ്മൾ നടത്തും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ നടത്തും. എന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് നേടാൻ വേണ്ട എന്ത് കാര്യവും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കണ്ടന്റ്സുകൾ മാത്രം പഠിക്കുക. മന്ത്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. വീക്ക്ലി നമ്മൾ എക്സാംസ് ഉണ്ട്. വീക്കർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച അധ്യാപകർ തന്നെ ആയിരിക്കും. PSCയുടെ ക്ലാസ്സുകൾ എടുക്കുന്നതും അതേപോലെ തന്നെ UPSC നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നവരും UPSC എക്സാംസുകളൊക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.